കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയൻറ്റ് അദ്ദേഹം ഹീലിംഗ് അവസാനിപ്പിച്ച ശേഷം എന്നോട് ചോദിച്ചു, നമ്മൾ കാണുന്നത് വീഡിയോ കോളിലാണ്, ഹീലിംഗ് എങ്ങനെയാണ് സാധിക്കുന്നത്? എന്നെ ഒന്ന് ടച്ച് ചെയ്യുന്ന പോലുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും? അവിടെ കാര്യമായിട്ട് നമ്മൾ കൗൺസിലിംഗ് ഒന്നും ചെയ്യുന്നില്ല, വാക്കുകൾ കൊണ്ടുള്ള കളിയല്ല, എനർജി ലെവലിലുള്ള പ്രയോഗങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് അത്ഭുതകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് മാറും. അതുകൊണ്ട് ചോദിച്ചാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വീഡിയോയിൽ കാണണമെന്നും എന്ന് പോലുമില്ല, എനിക്ക് ആളുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ പോലും ഹീലിംഗ് ചെയ്യാൻ കഴിയും. ഞാൻ ആദ്യമായി ആളെ അറിയാതെ ആളുടെ ഫോട്ടോ മാത്രം വെച്ചുകൊണ്ട് ഒരു ഹീലിംഗ് നടത്തി. അങ്ങനെയാണ് ആ പരീക്ഷണം. അത് വിജയിച്ചു. ആദ്യത്തെ കേസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു അമ്മ എന്നെ സമീപിക്കുകയാണ്. അവരൊരു ടീച്ചറാണ്. അവരുടെ മകൻ 20-21 വയസ്സുള്ള മകനാണ്, ഒറ്റ മകനാണ്, ഏക മകൻ. ചെറുപ്പം മുതലേ അത്യാവശ്യം മാനസികമായിട്ടുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇപ്പോൾ ഡിപ്രഷനിലാണ്, വീട്ടിൽ അടച്ചിരിക്കുകയാണ്, റൂമിൽ അടച്ചിരിക്കുകയാണ്. ഒരു കാര്യത്തിലും താല്പര്യമില്ല, പഠിക്കാൻ താല്പര്യമില്ല, ഭാവിയെ പറ്റിയുള്ള ആലോചനയില്ല, ആൾക്കാരുമായിട്ടുള്ള ബന്ധമില്ല, ഫ്രണ്ട്സില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥ എത്ര കാലം മുന്നോട്ട് പോകും? അവനെ കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കുന്നില്ല, അവൻ അനങ്ങുന്നില്ല. അവൻ ഉറങ്ങുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചു, മകൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ പോലെ തന്നെ ഹീലിംഗ് ഒരു ഇൻറ്റൻഷനോടുകൂടി, മനസ്സിലൊരു ഇൻറ്റൻഷൻ കൊടുത്തുകൊണ്ട്, എപ്പോഴും ഇൻറ്റൻഷനാണ് വർക്ക് ചെയ്യുന്നത്. ഹീലിംഗ് കൊടുക്കുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് അന്ന് വൈകുന്നേരം തന്നെ ആ അമ്മ തിരിച്ചു വന്നപ്പോൾ, സ്കൂൾ വിട്ട് തിരിച്ചു വന്ന സമയത്ത് എത്രമാത്രം മാറ്റം ഉണ്ടായി എന്നുള്ള ഒരു അനുഭവം ആ ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. വീട്ടിൽ അടച്ചിരിക്കുക, റൂമിൽ അടച്ചിരിക്കുകയൊക്കെ ചെയ്തത്. ഇന്നലെ 8 മണിക്ക് സാർ എന്നെ വിളിച്ചു. അത് പിന്നെ കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. വൈകുന്നേരം ഞാൻ ചെല്ലുമ്പം ആളെ ഭയങ്കര പ്ലസൻ്റ്, ആ ഫേസിൽ തന്നെ ടോട്ടലി ഡിഫറെൻറ്റ്. മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു, ചിരിച്ച്, മറ്റേത് ദേഷ്യത്തിൽ മുഖം ഇങ്ങനെ എൻ്റെ ഫേസ് അല്ലായിരുന്നു, ഡോർ വന്ന് തുറന്ന് തിരിഞ്ഞ് പോവുകയൊക്കെ ചെയ്യായിരുന്നു. ഇന്നലെ ഭയങ്കര ചിരിച്ചുകൊണ്ട് വന്ന് വർത്തമാനം പറയും, ഇങ്ങോട്ട് വർത്തമാനം പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ നല്ലതായിട്ടിരുന്നു. പിന്നെ വൈകുന്നേരം ഞങ്ങൾ പുറത്ത് പോയിരുന്നു. അപ്പോഴും ആൾ ആക്റ്റീവൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒക്കെ അതിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ വീട്ടിലൊരു പെറ്റുണ്ട്, ഡോഗ്. ഇന്നലെ ഭയങ്കര കളിയായിരുന്നു അവനായിട്ട്, ബോൾ എറിഞ്ഞു കൊടുക്കലും രാത്രി അങ്ങനെയൊക്കെ.